ഹായ് നമസ്കാരം. ഇന്ന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മുടെ ഏത്തവാഴ കൃഷിയുടെ രീതികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു കന്ന് നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഏകദേശം 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസത്തിലേക്ക് ഏകദേശം കൊലക്കാറായി കേട്ടോ. എങ്കിലും ഞാൻ ആ കന്ന് വെക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് പറയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കന്ന് വെക്കുന്ന സമയത്ത് ഇതിന്റെ അടിഭാഗത്ത് ഒരു കറുപ്പ് ഉണ്ടാവും. അതായത് മാണപ്പുഴുവൊക്കെ വന്നിട്ട് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ ഒരു രീതിയിലായിരിക്കും പൊതുവേ കന്നിനെ കാണാനുള്ളത്. അത് മെല്ലെ ആ കന്നിന് വേദന പറ്റാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കുക. എന്നിട്ട് ചാണക സ്ലറിയിൽ മുക്കുക. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജൈവ രീതി കൂട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും മറ്റേ മുക്കിയിട്ട് നമ്മൾ നന്നായിട്ട് തണലത്ത് വെച്ച് ഉണക്കുക. വെയിലത്ത് വെക്കരുത്, തണലത്ത് വെച്ച് 1-2 ദിവസം ഉണങ്ങിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ കന്ന് വെച്ച് കൊടുക്കേണ്ടത്. കന്ന് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള വളങ്ങൾ, എന്ത് വളമായിക്കോട്ടെ, ഞാൻ പ്രധാനമായിട്ട് ജൈവവളമാണ് ചെയ്തിരിക്കുന്നത്. ചാണകപ്പൊടി, മെല്ലുപൊടി, വേപ്പമണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളപ്രയോഗം ചെയ്യാം. pH കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുമ്മായോ ഡോളോമെറ്റോ പച്ചക്കക്കാപ്പൊടിയോ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നതിന് ശേഷം കന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ട് മണ്ണിട്ട് മൂടി നന്നായിട്ട് ചവിട്ടി അമർക്കണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചവിട്ടി അമർക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നല്ല തിരി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചവിട്ടി കൊടുക്കുന്നത്. പിന്നെ അടുത്ത ഒരു 1-2 മാസം, ശരിക്കും പറഞ്ഞാൽ വാഴയ്ക്ക് ഓരോ 20 ദിവസം കൂടുമ്പോഴാണ് വളപ്രയോഗം ചെയ്യേണ്ടത്. നമ്മൾ കന്ന് വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു 1-1.5 മാസത്തേക്കുള്ള വളം അതിലുണ്ടാവും. കാരണം ഇതിന് വേര് വരുമ്പോൾ മാത്രമേ വളം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ട് അടുത്ത വളപ്രയോഗം സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. അപ്പോഴേക്ക് നമുക്കൊരു 1.5 മാസം വളർച്ച വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളം ഓരോ 20 ദിവസം കൂടുമ്പോൾ നമുക്കൊരു 5-6 പ്രാവശ്യം, മാക്സിമം 6 പ്രാവശ്യം ഇല്ലെങ്കിൽ 5 പ്രാവശ്യത്തിൽ നമ്മൾ വളപ്രയോഗം നിർത്തണം. കാരണം ഒരു കന്ന് വെച്ചിട്ട് ഏകദേശം ഒരു 5ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ മാസം ആകുമ്പോഴായിരിക്കും ഇത് കൊല സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ അത് കൊലക്കെടുക്കാനും പറ്റില്ല. മാത്രമല്ല അത് വാഴയ്ക്ക് ദോഷമാകുന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പൊ ഏകദേശം ഒരു കൊലക്കാനാകുന്നത് വരെ ഒരു 5 മാക്സിമം ഒരു 6 വളം, അതിന് നമ്മൾ എപ്പോഴും വളപ്രയോഗം നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, വളപ്രയോഗം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ചോട്ടിലായിരിക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ വിളകളുടെയും വേരുണ്ടാവുന്നത് 2 തരം വേരാണുള്ളത്. ഒന്ന് അതിനെ സ്ഥായിയായി നിൽക്കാനുള്ള വേര് ചുവട്ടിലും, നാര് വേരുകൾ അതായത് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള വേര് എപ്പോഴും ഉണ്ടാവുന്നത് വാഴയ്ക്ക് ഇത്രയും അകലത്തിൽ. പറ്റുമെങ്കിൽ ഇതിന്റെ വാഴയുടെ ഇല ഇരിക്കുന്നത് എവിടെയാണോ അത്രയും അറ്റത്തിൽ നമ്മൾ വളപ്രയോഗം ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. വട്ടത്തിലായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്യാം. ചെറുതായിട്ടൊന്ന് മണ്ണ് പൊട്ടിച്ചു കൊടുത്താൽ മതി. വേര് പൊട്ടാത്ത രീതിയിലേക്ക് വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ അത്രയും വെള്ളവും വളവും ദൂരെ നിന്ന് വലിച്ചെടുത്ത് നമുക്ക് കൊലയ്ക്ക് നല്ല വണ്ണം വെക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെന്ന് പറയുന്നത്, നമ്മൾ കൊലച്ച് വരുന്ന സമയത്ത് തന്നെ ഒരു ചിരട്ട കല്ലുപ്പ്, അധികം ഇടരുത്, ഒരു ചിരട്ട കല്ലുപ്പ് ദൂരത്തായിട്ട് ഇട്ട് കൊടുത്താലും കൊല തൂക്കം കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ചെറിയ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് 2-3 വാഴക്കൊലയൊക്കെ ആണെങ്കിൽ കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്താലും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ്. ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്താലും വാഴക്കൊല നമുക്ക് തൂക്കം കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. വിണ്ട് കീറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറച്ചി തിങ്ങുമ്പോഴാണ് വിണ്ട് കീറുന്നത്. അത് പ്രത്യേകം നമ്മൾ വരാതെ രീതിയിൽ ശ്രദ്ധിക്കണം. കോഴിവളം പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കോഴിവളം കൊടുത്താൽ ഈ കൊല പെട്ടെന്ന് തിങ്ങി. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ പറയുന്നതാണ് കേട്ടോ. തിങ്ങി വരുന്നുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.